മിനിസ്റ്റർക്കൊപ്പം യാത്രയല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് കെ സുരേന്ദ്രനാണ്. ഇവർ എൻ്റെ അടുത്തിരുന്നിട്ട് കൂടെ യാത്ര ചെയ്യല്ലേ ചെയ്തു. നിരവധി ആളുകൾ വന്നിട്ട് സാർ ഒരു ബൈറ്റ് എന്ന് ചോദിക്കുന്നത് പോലെ ബൈറ്റ് ചോദിച്ചു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഞാൻ ബൈറ്റ് കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ പേരെന്താന്ന്? പേരും നാളും ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ ബൈറ്റ് കൊടുക്കുന്നത്. അതുപോലെയല്ല, അങ്ങനെ ഇത് അവര് അത്യാവശ്യം നല്ല റീച്ച് ഉള്ള ഒരു ബ്ലോഗറാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ടൂറിസം പ്രൊമോഷന് മുമ്പും ഇത്തരത്തിലുള്ള ആളുകളെ ഞാൻ ചോദിക്കട്ടെ, ഇത് രണ്ട് വിഷയമാണ്. യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളായിട്ടുള്ള എൻ്റെ ബൈറ്റ് എടുക്കുന്നതും ഒരാളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അയാൾക്ക് പ്രതിഫലം കൊടുത്തിട്ട് ഇത് ഏൽപ്പിക്കുന്നതും. ഈ പ്രതിഫലം കൊടുത്ത് ഏൽപ്പിക്കുമ്പോൾ എന്ത് നടപടിക്രമം പാലിച്ചുകൊണ്ടാണ് ഏൽപ്പിക്കുന്നത്? അത് വിശദീകരിക്കട്ടെ സംസ്ഥാന സർക്കാർ. വന്ദേ ഭാരതിന്റെ ആദ്യ യാത്രയിൽ അവർ വന്നത് ക്ഷണം കൊണ്ടാണെന്ന് കരുതുന്നുണ്ടോ? എനിക്കറിയില്ല, അത് പരിശോധിക്കേണ്ടതല്ലേ? അല്ല, അത് പരിശോധിച്ചോ നിങ്ങൾ? ഞാൻ പറഞ്ഞില്ലല്ലോ പരിശോധിക്കേണ്ട. ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇവർ യാത്രയിൽ സ്വയം വന്നതാണോ, ആരെങ്കിലും ക്ഷണിച്ചിട്ട് വന്നതാണോ, ഇവർക്ക് ആരാ ടിക്കറ്റ് കൊടുത്തത്, അതോ അതിൽ പാസ് കൊടുത്തത്, ഇതൊക്കെ അന്വേഷിക്കുന്നതിൽ ആർക്കും വിരോധമില്ലല്ലോ. അങ്ങ് കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ, സ്വാഭാവികമായിട്ടും അന്ന് കേരള പോലീസിന്റെ പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ കേരള പോലീസിന്റെ ഒരു സുരക്ഷാ സംവിധാനം അങ്ങേക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സംവിധാനമൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ കൂടെ അങ്ങനെ വലിയൊരു പ്രൊട്ടക്ഷൻ ഫോഴ്സൊന്നും കേരളത്തിൽ ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടായിട്ടേ ഇല്ല. ഒരു ഗൺമാൻ കൂടെ ഉണ്ടാവുമായിരുന്നു, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് എൻ്റെ ആശ്രയിച്ചിട്ടല്ലല്ലോ. ഞാൻ എൻ്റെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു സുരക്ഷയും എനിക്ക് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഈ സർക്കാർ പറയുന്ന ഒരു കാര്യം, ഇവര് തീവ്രവാദ കേസിൽ ചാരവൃത്തിയിൽ ഉൾപ്പെടുന്നതിന് മുൻപാണ് അവരെ ക്ഷണിച്ചത് എന്നാണ്. ശരി. അപ്പോൾ മാത്രമല്ല, അല്ല, എൻ്റെ ചോദ്യം ചാരപ്രവൃത്തി മാത്രമല്ല, നടപടിക്രമം എന്താണ്? ഇങ്ങനെ ആളുകളെ വിളിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അത്തരം ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ആരാ ഐഡന്റിഫൈ ചെയ്യുന്നത്? അതിന് പാലിക്കുന്ന രീതികൾ എന്താണ്? അതിന്റെ മാനദണ്ഡം എന്താണ്? അതുണ്ടെങ്കിൽ ഗവൺമെന്റ് അത് വ്യക്തമാക്കണം. കേന്ദ്രത്തിൽ അങ്ങനെ ഈ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇതേപോലെ വിനോദസഞ്ചാരികൾ യൂട്യൂബർമാരെ ക്ഷണിച്ചു കൊണ്ടുവരാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും? അല്ല, എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിമാരോട് ചോദിക്കുക. ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ കൊടുത്തത് കേന്ദ്ര സർക്കാരല്ലല്ലോ. മാധ്യമങ്ങളിലൂടെ കേരള ഗവൺമെന്റ് ശ്രമിക്കുന്നത് അവർ നേരിടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി വി മുരളീധരൻ്റെയും ബൈറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വി മുരളീധരൻ എന്നുള്ള നിലയിലാണ് ഞാൻ വിശദീകരിക്കുന്നത്. ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ. അന്വേഷിക്കുന്നതിൽ ആർക്കും തടസ്സമില്ല. എനിക്ക് അതിനൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ടെന്ന് ഞാൻ പറയില്ല. ഈ വിവരാവകാശ രേഖയിൽ തന്നെ ചില കാര്യങ്ങൾ എന്തൊക്കെ മാനദണ്ഡമാണെന്നുള്ളത് സർക്കാർ വ്യക്തമാക്കേണ്ടത്. ഒന്ന്, ഇവർക്കുള്ള റീച്ച്, ഇവരുടെ ഫോളോവേഴ്സ്, എങ്ങനെ ഈ കണ്ടന്റ് അവതരിപ്പിക്കുന്നു, അത് എങ്ങനെ ആളുകളുമായി ഇടപെടുന്നു തുടങ്ങിയിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഉൾപ്പെടെ 41 പേരെ വിളിച്ചത് എന്നുള്ള വിവരാവകാശ രേഖയിൽ തന്നെ സർക്കാർ കൊടുത്തു. കേരള ഗവൺമെന്റ് വിളിച്ചത് റീച്ചിന്റെ അടിസ്ഥാനത്തിൽ അല്ല, അത് അപേക്ഷ ക്ഷണിച്ചിട്ടാണോ? ഇവരെ ആരാ കണ്ടെത്തിയത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റീച്ചുള്ള ആൾക്കാരാ ഇന്ന ആൾക്കാരാണെന്ന് ആരാ തീരുമാനിക്കുന്നത്? തന്നെയാണ് പറഞ്ഞത്. ഇതൊക്കെ ആരാണ്, എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? മന്ത്രിയുടെ ഓഫീസാണോ, ടൂറിസം വകുപ്പാണോ, ഏജൻസിയാണോ? ഈ വ്യക്തത വരാനുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സ്വാഭാവികമായിട്ട് ഇപ്പം മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഏജൻസി കൊടുക്കുന്നു, ഇത് ഏജൻസി കൊടുക്കും. ഏജൻസി ഭരണമാണോ CPM നടത്തുന്നത്? അല്ല, അതൊക്കെയാണ് ജനങ്ങളുടെ ഇടയിലുള്ള സംശയം. കാരണം ഇത് ഒരു സ്ഥലത്തല്ല ഏജൻസികൾ പല സ്ഥലങ്ങളിലുണ്ട്. പല സ്ഥലങ്ങളിലും നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് പലതും നടക്കുന്നത്. നിയമങ്ങളും സംവിധാനങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ പുറത്തു വരും എന്നുള്ള ഭയം കൊണ്ടാണോ ഇപ്പോൾ തൽക്കാലം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്? എനിക്കറിയില്ല. അഴിമതി പുറത്തു വരും എന്നുള്ള ഭയം കൊണ്ടാണോ, ചാരപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ള കാര്യം കൊണ്ടാണോ, എന്ത് കാര്യം കൊണ്ടാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ ഈ ആൾക്കാരൊക്കെ വരുന്നത് ആരുടെ കെയർ ഓഫിലാണ്? പലതും ഉണ്ടല്ലോ. CPM-ന്റെ നേതാക്കന്മാർ പലരും പല രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. എന്താണ് സത്യം? പുറത്തു വരട്ടെ. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുരളീധരൻ്റെ കൂടെ യാത്ര ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളാരും പ്രതിരോധത്തിലാവില്ല. മാധ്യമങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്തതുകൊണ്ടും ഞങ്ങൾ പ്രതിരോധത്തിലാവില്ല. BJP ഓൺ ദ ബാക്ക് ഫുട്ട് എന്നാണ് ഒരു പത്രം, ഇംഗ്ലീഷ് പത്രം കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഒട്ടും തന്നെ ബാക്ക് ഫുട്ടിലല്ല. ഞങ്ങൾ ഈ ആക്ഷേപം നേരിടാൻ തയ്യാറാണ്. ഈ ആക്ഷേപത്തിൻ്റെ പേരിൽ CPM നടത്തിയിട്ടുള്ള ക്രമക്കേടാണെങ്കിൽ ആ ക്രമക്കേട് മറച്ചു വെക്കാൻ
ഒരിക്കലും സാധിക്കില്ല. യൂട്യൂബർക്ക് പാസ് നൽകിയത് ബിജെപി ഓഫീസിൽ നിന്നാണെന്ന് സന്ദീപ് എൻ്റെ ഞാൻ ചോദിക്കട്ടെ, ഈ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ പുതുതായിട്ട് ചെന്നാണ്. പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് നിങ്ങളോട് തന്നെയാണ് കൂറ് എന്ന് കാണിക്കണമെങ്കിൽ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ അത് അധ്വാനിക്കേണ്ടി വരും. ആ അധ്വാനം നടത്തുന്നതിനെ എനിക്ക് എതിർപ്പില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യൻ റെയിൽവേക്ക് ഒരു യാത്ര ചെയ്യാൻ BJP ഓഫീസിലെ പാസ് അതിലെവിടെയെങ്കിലും BJP ഓഫീസിൽ സീൽ ചെയ്തിട്ടാണോ കൊടുത്തിരിക്കുന്നത്? ഈ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് അതായത് റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഞാൻ BJP ഓഫീസിലെ പാസ് എടുത്ത് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ആർക്കെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുമോ? ഈ വന്ദേ ഭാരത് യാത്രയ്ക്ക് ആദ്യ യാത്രയ്ക്ക് പാസ് നൽകുന്നത്, ടിക്കറ്റ് നൽകുന്നത് അത് സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ? അല്ല, അതൊക്കെ അതത് സമയത്തുണ്ടായിരുന്നല്ലോ. അതിന് ആ കാലത്ത് അന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, അതനുസരിച്ച് നടന്നിട്ടുണ്ടാവും.